നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. സൈനിക ബലത്തിനപ്പുറം വാക്പോരുകൾ കൊണ്ടും പ്രതിരോധ തന്ത്രങ്ങൾ കൊണ്ടും സജീവമാണിപ്പോൾ സമുദ്ര അതിർത്തികൾ. അടുത്തിടെ പാകിസ്ഥാൻ നാവികസേന മേധാവിയും ഇന്ത്യൻ നാവികസേന മേധാവിയും നടത്തിയ പ്രസ്താവനകൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയാണ്. എന്താണ് 2025 നടന്ന ഓപ്പറേഷൻ സിന്ദൂർ? ആരാണ് കടലിലെ യഥാർത്ഥ കരുത്തർ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് പാകിസ്ഥാന്റെ വാദങ്ങളിലേക്ക് വരാം. തുർക്കി നിർമ്മിത പടക്കപ്പലായ PNS ഖൈബറിന്റെ കമ്മീഷനിംഗ് ചടങ്ങിൽ പാകിസ്ഥാൻ നാവികസേനാ മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫ് നടത്തിയ പ്രസ്താവനയാണ് ഏറ്റവും പുതിയ ചർച്ചാ വിഷയം. അയാൾ പറയുന്നത് ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പലിനെ തകർക്കാൻ പാകിസ്ഥാൻ നാവികസേന സജ്ജമായിരുന്നു. ഈ ഭീഷണി നിലനിന്നതിനാൽ ഇന്ത്യൻ കപ്പലുകൾ തങ്ങളുടെ സുരക്ഷിത താവളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയന്നു. പാകിസ്ഥാന്റെ സമുദ്ര സുരക്ഷയെ വെല്ലുവിളിച്ചാൽ ശക്തമായി നേരിടുമെന്ന സന്ദേശമാണ് ഇതിലൂടെ തങ്ങൾ നൽകുന്നതെന്നും അയാൾ അവകാശപ്പെട്ടു. അതായത് ഇന്ത്യയുടെ നാവിക നീക്കങ്ങളെ പാകിസ്ഥാൻ തടഞ്ഞു നിർത്തി എന്നാണ് പാകിസ്ഥാൻ നാവികസേനാ മേധാവിയുടെ അവകാശവാദം. എന്നാൽ പാകിസ്ഥാൻ നാവികസേനാ മേധാവിയുടെ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയത് മറ്റൊരു സത്യമാണ്. 2025 ഏപ്രിലിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. അഡ്മിറൽ ത്രിപാഠിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കടലിലൂടെ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇന്ത്യൻ നാവികസേന മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് സൈനിക നടപടികൾ നിർത്തണമെന്ന് അവർ അപേക്ഷിച്ചത്. വെറും 96 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ 22 അത്യാധുനിക യുദ്ധക്കപ്പലുകൾ അറബിക്കടലിൽ വിന്യസിക്കപ്പെട്ടു. ഇത് പാകിസ്ഥാൻ നാവികസേനയുടെ നീക്കങ്ങളെ പൂർണ്ണമായും നിശ്ചലമാക്കി. ആക്രമണം ഉറപ്പായതോടെ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്തി പിന്മാറാൻ പാകിസ്ഥാൻ നിർബന്ധിതരാകുകയായിരുന്നു. ഇവിടെ ഒരു ചോദ്യം അവശേഷിക്കുന്നു: ആര് പറയുന്നതാണ് സത്യം? ഇന്ത്യയുടെ വാദങ്ങളെ ശരിവെക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമായി പൂർത്തിയാക്കിയ വൈസ് അഡ്മിറൽ AN പ്രമോദ് ഉൾപ്പെടെയുള്ള 9 സൈനികർക്ക് ഭാരത സർക്കാർ യുദ്ധസേവാ മെഡലുകൾ നൽകി ആദരിച്ചു. ശത്രുവിന് ഒരിഞ്ച് പോലും മുന്നേറാൻ അവസരം നൽകാതെ ഇന്ത്യ തീർത്ത കടൽക്കോട്ടയുടെ അംഗീകാരമായിരുന്നു അത്. പാകിസ്ഥാന്റെ വാദങ്ങൾ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഒന്നാണെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. എന്നാൽ ഇന്ത്യ ആകട്ടെ തങ്ങളുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിനെ മുൻനിർത്തി സമുദ്രത്തിൽ സർവാധിപത്യം പുലർത്തുകയും ചെയ്യുന്നു. സമുദ്ര അതിർത്തികളിൽ സമാധാനം നിലനിൽക്കണമെന്നാണ് ലോകം ആഗ്രഹിക്കുന്നത്. എങ്കിലും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഇന്ത്യൻ നാവികസേന ഇന്ന് സജ്ജമാണ്. വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടത്തെക്കാൾ ആയുധങ്ങൾ കൊണ്ടുള്ള പ്രഹരശേഷി ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി എഴുതുക. മറക്കാതെ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.